ഇന്നത്തേത് ഏറ്റവും കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പി ആട്ടോ. നമ്മുടെ വീട്ടിലുള്ള റവയും അതേപോലെ തന്നെ പാലും പഞ്ചസാരയും ഒക്കെ മതിയാവും നമ്മുടെ ഈ റെസിപ്പി ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നമ്മുടെ ഈ സ്വീറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമന്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും മറക്കാതെ അറിയിക്കുക. കണ്ടു നോക്കിയാലോ എങ്ങനെയാണ് നമ്മുടെ റെസിപ്പി ചെയ്തെടുക്കുന്നതെന്ന്. വീഡിയോക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. അതാ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് ആദ്യം തന്നെ മിക്സിയിൽ നന്നായിട്ട് ഉണങ്ങിയ ഒരു ജാർ വേണം എടുക്കാനായിട്ട്. അതിനകത്തേക്ക് ഒരു 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ വറുത്ത റവയോ വറക്കാത്ത റവയോ ഏതാണെങ്കിലും കുഴപ്പമില്ല. ഞാനിവിടെ വറുത്ത റവയായിട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ്. അത്രയും തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദാ ഈ ചേർത്തിരിക്കുന്ന മൂന്നും നന്നായിട്ട് തന്നെ ശരിക്കും ഒന്നും കൂടെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. 2 ഏലക്കയൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ദാ ഇതേപോലെ റവയും പഞ്ചസാരയും തേങ്ങയും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്തുകൊണ്ട് വരാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് വേണ്ടത് 1 കപ്പ് പാലാണ്. ഞാനിവിടെ 250 ml കപ്പിന് 1 കപ്പ് പാലായിട്ട് എടുത്തിരിക്കുന്നത്. ദാ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. നമ്മളിപ്പോൾ എടുക്കുന്ന പാൻ അത്യാവശ്യം വലിപ്പമുള്ളതായി ഇതേപോലെ പാൻ വേണം കേട്ടോ എടുക്കാനായിട്ട്. എന്നാലാണ് നന്നായിട്ട് ഒന്നും കൂടെ റവയൊക്കെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ്. നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റവയുടെയും അതേപോലെ തന്നെ പഞ്ചസാരയുടെയും തേങ്ങയുടെയും മിക്സ് ഉണ്ടല്ലോ അതും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് തന്നെ ഇളക്കി ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ ഇതേപോലെ ശരിക്കും ഒന്നും കൂടി ഇളക്കി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കണം. റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ റെഡി ആയിട്ട് വന്നോളും. ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. അതുപോലെ തന്നെ ഗ്യാസ് ഒരിക്കലും ഫുൾ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ. മീഡിയം ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലോ വേണം വെക്കാനായിട്ട്. ഇതിലേക്ക് ഒരേ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിപ്പിച്ചെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഏലക്കയുടെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റവയുടെ കൂടെ അടിച്ചെടുക്കാൻ നേരത്ത് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമയത്താണെന്നുണ്ടെങ്കിലും ഒരു 1/4 ടീസ്പൂണോ 1/2 ടീസ്പൂണോ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്താലും നല്ലതാണ്. ദാ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. അപ്പൊ ഏറ്റവും കൂടി പോയി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് അത്ര മാത്രം മതിയാവും. ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഓട്ടോ വെക്കാവുള്ളൂ. ഇതേപോലെ കയ്യിൽ കുറച്ചെടുത്ത് നോക്കുക. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്നും കൂടി സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഞാനിവിടെ ഇതേപോലെ കേക്ക് ടിന്നാട്ടോ എടുത്തിരിക്കുന്നത്. അതിന്റെ അടിയിൽ ഒരു ബട്ടർ പേപ്പർ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് അങ്ങോട്ട് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാട്ടോ. കൂടെ തന്നെ കുറച്ച് നെയ്യും എല്ലാ ഭാഗത്തേക്കും ഒന്ന് പറ്റി കൊടുത്ത് നല്ല ചൂടോടുകൂടി തന്നെ നമ്മുടെ റവയുടെ മിക്സ് ഈ കേക്ക് ടീനിലേക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കുവാണ്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടി പ്രസ് ചെയ്തതായി ഇതേപോലെ ഒന്നും കൂടെ ലെവലാക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ബദാമോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ആ പാലിന്റെ കൂടെ തന്നെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ടേസ്റ്റ് ആണ്. ഇതേപോലെ നന്നായിട്ട് ലെവലായിട്ട് വന്നപ്പോൾ ഏറ്റവും മേളിലായിട്ട് കുറച്ച് ബദാമും അതേപോലെ തന്നെ കാഷ്നട്ടും ഞാനിവിടെ പൊടിയായിട്ട് ഒന്ന് കട്ട് ചെയ്തത് ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ പ്രസ് ചെയ്തെടുക്കാം. അപ്പൊ ഇതൊക്കെ ഓപ്ഷനിലാണ്. കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ കാണാനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. നന്നായിട്ട് തന്നെ ഒന്നും കൂടി സെറ്റ് ആക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 1-2 മണിക്കൂറൊക്കെ ഇരുന്ന് നന്നായിട്ട് തന്നെ ഒന്നും കൂടി തണുത്ത് വരട്ടെ. കണ്ടതാ ഒരു 1-2 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് ഒന്നും കൂടി തണുപ്പിച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. അത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്നുകൂടി കമത്തി കൊടുത്ത് നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ റവ കൊണ്ട് ഇത്ര സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന നല്ലൊരു സ്വീറ്റ് തന്നെയാണ്. എല്ലാവരും മിസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ആ നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് കേക്ക് ടിന്നിലാണെങ്കിലും ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നല്ല കറക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്ര സിമ്പിൾ ആണ്. എല്ലാവർക്കും ഇഷ്ടാവും. വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കുട്ടീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ഇഷ്ടാവും. പഞ്ചസാര അതായത് നമ്മൾ മധുരം നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നേ ഉള്ളൂ. ഞാനിവിടെ 3ഉം 1/2 കപ്പ് വീതം ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. അപ്പൊ അത്രയും പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ ഒട്ടും തന്നെ വിട്ടൊന്നും പോരാതെ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം ചായക്കാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു വിരുന്നുകാരൊക്കെ വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതല്ലേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാനായിട്ട് മറക്കല്ലേ. നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്നും കൂടി അങ്ങോട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. മാത്രമല്ല കുറച്ച് കാഷ്നട്ടോ ബദാമോ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതൊക്കെയും ചേർത്ത് കൊടുക്കാവേ.
അപ്പൊ നമ്മുടെ ഈ റെസിപ്പിക്ക് മുമ്പായിട്ട് വേറെയും ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റാവുന്ന നല്ല ഈസി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് വേറെയും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. നമുക്കപ്പോൾ ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.